ഈ ആളെ ഉണ്ടല്ലോ, ഈ ആളെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുപോയിട്ട് നിയമത്തിന്റെ വഴിയിൽ പ്രത്യേകിച്ച് വലിയ ശിക്ഷയൊന്നും മാറ്റി കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല. പക്ഷെ ആളെ പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് ആരാണ്, അവൻ എവിടെയാണെന്നുണ്ടെങ്കിലും അവന്റെ വീട്ടിൽ പോയി ഞാൻ ശ്വേതയും കൂടെ അവനെ തല്ലും. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബോഡി ഷേമിങ്ങിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ബോഡി ഷേമിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മലയാളികൾക്കാണെങ്കിൽ ഭയങ്കര സുപരിചിതമായിട്ടുള്ള ഒരു വേർഡാണ് അത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി തടിച്ചിരിക്കുവാണെങ്കിൽ ഉടനെ ചോദിക്കും, നീ എന്താ ഇങ്ങനെ തടിച്ചായി പോയെന്ന് ചോദിക്കും. ആ വ്യക്തി അതേപോലെ മെലിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ ചോദിക്കും, നീ എന്താ ഇങ്ങനെ മെലിഞ്ഞു പോയത്, വീട്ടിൽ നിന്ന് തിന്നാനൊന്നും തരുന്നില്ലയോ എന്നും ചോദിക്കും. അത് നമ്മുടെ മലയാളികളുടെ വായിൽ ഫിക്സ് ചെയ്ത് വെക്കുന്ന ഒരു വേർഡാണ്. അപ്പം അതിനെയാണ് നമ്മളിപ്പോൾ ബോഡി ഷേമിങ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇത് ബോഡി ഷേമിങ് ആണെന്ന് തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് ആ പാവങ്ങൾക്കില്ല. അപ്പം നമുക്ക് അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ബോഡി ഷേമിങ്ങിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രാവൽ ബ്ലോഗർ ആയിട്ടുള്ള, അതായത് കേരളത്തിലെ നമ്പർ 1 ട്രാവൽ ബ്ലോഗർ ആയിട്ടുള്ള സുജിത് ഭക്തൻ, ടെക് ട്രാവലേറ്റിലെ സുജിത് ഭക്തനും അദ്ദേഹത്തിന്റെ വൈഫായിട്ടുള്ള ശ്വേത ചേച്ചിയും കൂടിയിട്ട് ഇപ്പം റീസെന്റ് അവരൊരു സുജിത് ഭക്തന്റെ സെക്കൻഡറി ചാനലിൽ ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം ഇത് സംസാരിക്കുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഈ ചേട്ടൻ ഫസ്റ്റ് തന്നെ ഒരു വീഡിയോ ഇട്ടത് നമ്മുടെ ഇപ്പോൾ റീസെന്റ് ഓപ്പറേഷൻ സിന്ദൂറും പെഹൽഗാം അറ്റാക്കും ഒക്കെ നടന്നതിന്റെ ബേസിസിൽ ഒരു നമ്മുടെ ഒരു ഇന്ത്യയിൽ തന്നെയുള്ള ഒരു ട്രാവൽ ബ്ലോഗറിനെ അവർ പാകിസ്ഥാൻ ബന്ധം പറഞ്ഞിട്ട് അകത്താക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരെ പറ്റിയിട്ട് സംസാരിക്കാനും അതിനെ അഡ്രസ്സ് ചെയ്തിട്ടുമാണ് അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനകത്ത് ശ്വേത ചേച്ചി ഈ സ്ത്രീ, അതായത് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന സ്ത്രീനെ പറ്റിയിട്ട് അവരുടെ റിലേഷൻഷിപ്പിനെയും കാര്യങ്ങളെയൊക്കെ പറ്റി പറഞ്ഞ സമയത്ത് താഴത്ത് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ശ്വേത ചേച്ചീനെ ഭയങ്കര വൾഗറായിട്ട് ചിത്രീകരിച്ചുകൊണ്ടൊരു കമന്റ്. അത് സുജിത്തേട്ടൻ ആ ചാനലിൽ ആ വീഡിയോയിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. അത് ഞാൻ ആ കമന്റ് ഇവിടെ വെക്കാം. തടിച്ച് ഫിസിക്കൽ റിലേഷൻഷിപ്പ് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കമന്റ്. നിങ്ങൾ ആ കമന്റ് വായിച്ചു, ഞാൻ ഇവിടെ സൈഡിൽ വെക്കാം ആ കമന്റ്, ഞാനത് വായിക്കുന്നില്ല. അപ്പം ആ കമന്റിന്റെ താഴത്തായിട്ട് സുജിത്തേട്ടനൊരു റിപ്ലൈ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു, നിനക്കായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ നാളെ വരുന്നുണ്ട് അനിയാന്ന് പറഞ്ഞിട്ട്. ആ വീഡിയോ ആക്ച്വലി ആ വീഡിയോ ആണ് ബോഡി ഷേമിങ് എന്നുള്ള രീതിക്ക് സുജിത്തേട്ടനും ശ്വേത ചേച്ചിയും കൂടി ഇന്നും ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ വീഡിയോ കണ്ട സമയത്ത് ഈ പുള്ളി ഉണ്ടല്ലോ, ഈ കമന്റ് ഇടുന്ന പുള്ളി, ആ പുള്ളി എത്രത്തോളം അവരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഈ ആളെ ഉണ്ടല്ലോ, ഈ ആളെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുപോയിട്ട് നിയമത്തിന്റെ വഴിയിൽ പ്രത്യേകിച്ച് വലിയ ശിക്ഷയൊന്നും മാറ്റി കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല. പക്ഷെ ആളെ പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് ആരാണ്, അവൻ എവിടെയാണെന്നുണ്ടെങ്കിലും അവന്റെ വീട്ടിൽ പോയി ഞാൻ ശ്വേതയും കൂടെ അവനെ തല്ലും. ഞാൻ തല്ലും, നീ വന്നില്ല ഞാൻ തല്ലും. എന്നിട്ട് തല്ലിയിട്ട് അവൻ എനിക്കെതിരെ കേസ് കൊടുക്കും. എന്നിട്ട് ഞാൻ പോയി ജയിലിൽ കിടക്കും. അതാണ് അവൻ, അങ്ങനെ പറ്റും. അതാണ് ഇപ്പൊ നമ്മളെ വൃത്തികേട് പറഞ്ഞ് ഉപദ്രവിക്കുന്ന ഒരാളെ നമുക്ക് പണിഷ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ പോയി അവനെ തല്ലിയിട്ട് എനിക്ക് അവനെ തല്ലണം, എനിക്ക് അവനെ തല്ലി, ഞാൻ അവന്റെ മുഖത്ത് നോക്കി തല്ലി, ഞാൻ മുഖത്ത് തന്നെ അടിക്കും. ഞാൻ അടിച്ചല്ല, അവൻ അന്ന് ഇന്ന് നേരത്തൊന്നും ഇല്ലായിരിക്കും, അവൻ എന്തെങ്കിലും ഞാൻ തല്ലും, ഉപദ്രവിക്കും, ഫിസിക്കൽ ഹാം ചെയ്യും. എന്നിട്ട് അവൻ എനിക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് ഞാൻ പോയി അകത്ത് കിടക്കും. അത് മതി. അതെന്റെ നിയമ സംവിധാനത്തോടുള്ള ഒരു എന്താ പറയാ, പ്രതിഷേധം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയധികം മാനസികമായിട്ട് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എനിക്ക് നമ്മളെ 100% അറിയാവുന്ന ഒരാളാണ്. സർവൈലൻസ് നമ്മുടെ കേരള പോലീസിന് കുറച്ചെങ്കിലും കഴിവുണ്ടെങ്കിൽ ആ ആൾ ഉടനെ തന്നെ പിടിച്ചിരിക്കും എന്നുള്ളതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്വേത 2 മാസമായി സൈബർ പോലീസിൽ പരാതി നൽകിയിട്ട് 2 മാസമായിട്ട് കാര്യമായിട്ടുള്ള നീക്കുപോക്കുകളും പരിപാടികളൊന്നും നടക്കുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ സ്ലോലി അത് വീണ്ടും, കാരണം അത് പൊക്കിക്കൊണ്ട് വരിക. ആ വീഡിയോയിൽ പറയുന്നത്, ഞാൻ ആ വ്യക്തിയുടെ വീട്ടിൽ കയറി ഞാൻ തല്ലും, അയാളുടെ അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് അയാളെ തല്ലും, എന്നിട്ട് ഞാൻ എന്റെ പേരിൽ കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ അന്തസ്സായിട്ട് ജയിലിൽ പോയി കിടക്കുമെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളുടെ സിസ്റ്റം അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള കേരള പോലീസിന്റെ മുന്നിൽ ഒരു സൈബർ കേസ് കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ വില ഇത്രേ ഉള്ളൂ എന്നുള്ളത് ഈ കമന്റ് ഇടുന്നവനും അറിയാം, കേസ് കൊടുക്കുന്ന നമുക്കും അറിയാം. അതൊരു പരിധി കൂടുതൽ വലിയ രീതിക്ക് പോവത്തില്ല എന്നറിയാവുന്നത് കൊണ്ടാണ് ഇവന്മാരൊക്കെ ഇമാതിരി കമന്റ്സ് ഇടുന്നത്. പ്രത്യേകിച്ച് ട്രാവൽ വ്ളോഗ് അല്ലെങ്കിൽ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഓഡിയൻസിനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. കാര്യം അതിനകത്ത് തന്നെ ഈ പ്രത്യേകിച്ച് ആ ട്രാവൽ വ്ളോഗ് അല്ലെങ്കിൽ ആ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന വ്യക്തിയുടെ വീട്ടുകാരെയാണ് ഈ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. നമ്മുടെ ശ്വേത ചേച്ചിന് ഇവിടെ പറയുന്നത്, ചേച്ചിയുടെ തടി വെച്ചിട്ട് പറയുന്നത്. അതല്ലാതെ നമ്മുടെ ഡയമണ്ട് കപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ, ആ ചേച്ചീനെ പറ്റിയിട്ട് ഇഷ്ടംപോലെ കമന്റ്സ് വരാറുണ്ട്. അതേപോലെ നിങ്ങൾ ഒരു ഫാമിലി വ്ളോഗ് എടുത്ത് നോക്കിയാലും അതിൻ്റെ താഴത്ത് ഒരാളെങ്കിലും ഒരു ബോഡി ഷേമിങ്ങിന്റെ കമന്റ് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു പെർട്ടിക്കുലർ ആയിട്ട് അവർ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫാമിലീനെ തന്നെയാണ്. അപ്പം ഇത്രയ്ക്ക് ക്ഷമിച്ച് ഇത് പോട്ടെ എന്ന് വെച്ച് ഇത്
എക്സ്ട്രീം ആയ സമയത്താണ് സുജിത്തേട്ടനൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പൊ 2 months ആയിട്ടും ഈ ഒരു കേസിന് യാതൊരുവിധ നീക്കുപോക്കും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ചേട്ടൻ ഈ പറയുന്നത്, ഞാൻ അവനെ തല്ലും, തല്ലിയിട്ട് എനിക്കെതിരെ കേസ് വന്നാൽ ഞാൻ അന്തസ്സായിട്ട് ജയിലിൽ പോയി കിടക്കുകയാണ്. മനസ്സിലായോ? ഇതേ സ്ഥാനത്ത് വേറൊരു അത്യാവശ്യം പൊളിറ്റിക്കലി ഹോൾഡോ കാര്യങ്ങളോ ഉള്ള ഒരാളുടെ നേരെയാണ് ഈ സൈബർ അറ്റാക്കോ കാര്യങ്ങളോ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവരിപ്പം ഏതവരാണോ ക്യാമറ ഇട്ടത് അവനിപ്പോ ജയിലിനകത്ത് കിടന്നിട്ടുണ്ടാവും. മനസ്സിലായോ? സൈബർ സെൽ എന്ന് പറയുന്നത് അത്ര പൊട്ട സാധനമൊന്നും അല്ല നമ്മുടെ നാട്ടിലേത്. നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷെ അവർക്ക് ടൈമില്ല. ഇതൊക്കെ പരമാവധി വിട്ട് വിട്ട് കളയുക, അല്ലെങ്കിൽ അത് പരമാവധി കോംപ്രമൈസ് വെച്ച് വിടുക എന്നുള്ള ഒരു ഇതാണ്. കാര്യം അതിന്റെ പുറകെ പോകാൻ ടൈമില്ലടേ, അത് തന്നെ കാര്യം. അപ്പം ചേട്ടനാണ് ഇത് പറയുന്നത്, ഇത് ഞാൻ അവനെ തല്ലുന്നത് നിയമത്തിനെതിരെയുള്ള എന്റെ പ്രതിഷേധമായിട്ട് നിങ്ങൾ കണക്കാക്കിക്കോ എന്ന്. മനസ്സിലായോ? അത്രയും ഗതികെട്ടിട്ടായിരിക്കും ആ മനുഷ്യൻ അത് പറഞ്ഞിട്ടുണ്ടാവുക. ഈ ചേട്ടന്റെ വീഡിയോയുടെ താഴത്ത് കമന്റ് ഇടുന്ന ഇവനോ അല്ലെങ്കിൽ ഇവളോ ഇതിൽ ഏത് വ്യക്തി ആയാലും ആ വ്യക്തിയുടെ സ്ഥിരം പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ട്രാവൽ വ്ളോഗാണ്. അതനുസരിച്ച് ബന്ധപ്പെട്ടിട്ട് ഒത്തിരി സെലിബ്രിറ്റീസ് വരാറുണ്ട്. പിന്നെ കുറെ പ്രൊമോഷൻസ് ചെയ്യാറുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പ്രൊമോഷൻസ് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹോം സ്റ്റേസും കാര്യങ്ങളും ഒക്കെ പുള്ളി അതിന്റെ പ്രൊമോഷൻസും ഒക്കെ എടുക്കാറുണ്ട്. അപ്പം ഇവർ അവിടെയൊക്കെ പോയി വീഡിയോ ചെയ്യുമ്പോൾ ഇയാൾ അത് കാണും. കണ്ടിട്ട് ഇയാള് ഒരു ഫേക്ക് മെയിൽ ID ക്രിയേറ്റ് ചെയ്തിട്ട് നേരെ പോയിട്ട് ഈ പ്രൊമോഷൻ ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനോ അല്ലെങ്കിൽ ആ ഒരു റിസോർട്ടിനോ അല്ലെങ്കിൽ ഇപ്പോൾ അത് ഏതൊരു കമ്പനിയാണോ ടെസ്റ്റിനിബിൾസ് ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിക്കെതിരെയോ കമ്പനിയുടെ മെയിൽ ID-യിലോട്ടോ ഒക്കെ, പിന്നെ ഇവർക്ക് അറിയാവുന്ന സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഇവരുടെ ഫാമിലിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കും ഒക്കെ ഇയാൾ മെയിൽ ID ക്രിയേറ്റ് ചെയ്തിട്ട് ഇവരെ പറ്റി ഇല്ലാത്തത് അയച്ചു കൊടുക്കും. ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി. അതായത് ഇയാളുടെ വ്ളോഗ് കറക്റ്റായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്, ഫുള്ളി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഇരുന്നിട്ട് ഈ മെയിൽ അയക്കുന്നത്. അത് പുള്ളി പറയുന്നുണ്ട്. ഈ പരനാറി ഭക്തനെ എങ്ങനെ സഹിക്കുന്നു? ഈ ബുൾജെറ്റിനെ അടുത്തൊരു വാക്ക് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ പറയാം. ഈ ബുൾജെറ്റിനെ ഊമ്പിച്ച് പറ്റിച്ച് മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം കാണിച്ചു. ഞാനോ ചെയ്തോ? അതിന്റെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതും പോരാത്തതിന് ഇവന്റെ പൊണ്ണത്തടിച്ച് കുള്ളത്തി ഭാര്യ ഇന്റർവ്യൂവിൽ വന്ന് ഈ ബുള്ളിനെ പ്രാഗി തമ്മിലടിപ്പിക്കുകയും ഏഷണി പരദൂഷണിയാണ് ഇവന്റെ മെയിൻ വിശ്വാസവഞ്ചകൻ, തരം കിട്ടിയാൽ പറ്റിക്കാൻ നടക്കുന്നവൻ. അങ്ങനെ കുറെ എന്നെ പറ്റി കുറെ എഴുതിയിരിക്കുന്നു. എന്നെ പറ്റി നീ എന്തുകൊണ്ട് എഴുതിക്കോ, എന്റെ ഭാര്യനെ എന്റെ ഫാമിലിയെ പറ്റി നീ എഴുതരുത്. എന്നെ പറ്റി നീ എന്താണെന്ന് എഴുതിക്കോ, നീ ആരോട് എന്തുവേണം ചെയ്തോ, പക്ഷെ എന്റെ ഫാമിലിയെ പറ്റി പറയുന്ന എനിക്ക് ഒരു റൈറ്റ്സും ഇല്ല. യു ഡോണ്ട് ഹാവ് എനി റൈറ്റ്സ്. ഇതാണ് എന്റെ മോനെ വയറ്റിൽ കിടന്നപ്പോ മോനെ കുറിച്ച് പറഞ്ഞത്. അതെ, എന്നിട്ട് ഇവന്റെ തടിച്ച ഭാര്യയ്ക്ക് ഡ്രൈവറായി ഇവന്റെ അനിയനെ വെച്ചു കൊടുത്തു. സ്വന്തം മോനെ 1 ലക്ഷം രൂപയ്ക്ക് പഠിപ്പിക്കുന്ന നാറി കാശിനോട് ആർത്തി മൂത്ത് ഒരു തടിച്ച് കുള്ളത്തിയെ കെട്ടി വിദേശ അന്യ സ്ത്രീകളുടെ കൂടെ വെള്ളം അടിച്ച് നടക്കുന്നു. സാനി അയ്യപ്പനെ പോലുള്ള ചിക്സിനെ തന്തവൈബ് പോലുള്ള അപ്പൂപ്പൻ ബേബി എന്നൊക്കെ ഇൻസ്റ്റയിൽ വിളിച്ച് ക്രിഞ്ചടിപ്പിക്കുന്നു. ആ കമന്റ് നീ കണ്ടല്ലേ? എന്താ സംഭവം? ബെഡ്റൂമിൽ ശയന സുഖം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ലൈക്ക് ഇങ്ങനെയുള്ള മെയിലും സംഭവങ്ങളാണ് ഇവൻ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലേ? സത്യം പറഞ്ഞാൽ ഒരു 7 വർഷത്തോളമായിട്ട് ഇത് ഇവരെ പിന്തുടർന്നുകൊണ്ട് തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. അത് പുള്ളിക്കൊരു വൈരാഗ്യം പോലെ ചെയ്യുന്ന ഒരു സാധനമാണ്. സത്യം പറഞ്ഞാൽ ഞാനിത് കാണുമ്പോൾ ആലോചിക്കും, ഇവന് വേറൊരു പണിയില്ല, ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളും അല്ല. ആ എന്താ മെസ്സേജ് അയച്ചേക്കുന്ന രീതിയും ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്തിരിക്കുന്ന കാണുമ്പോഴേ നമുക്കറിയാം അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് പണിയൊന്നും ഇല്ലേ. വെറുതെ ഏതെങ്കിലും ഒക്കെ ഫേക്ക് ID ക്രിയേറ്റ് ചെയ്തിട്ട് ഇവരെ ടാർഗറ്റ് ചെയ്ത് ഇവരെ അറിയാവുന്നവർക്കൊക്കെ ഇങ്ങനെ കുത്തിയിരുന്ന് മെയിൽ അയക്കാൻ, അതും ശ്വേത ചേച്ചിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട്. കഷ്ടമാടാ. പിന്നെ ഈ ബോഡി ഷെയിം ചെയ്യുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. അത് കേൾക്കുന്ന ആൾക്കാർക്ക് എത്രയൊക്കെ ഇഗ്നോർ ചെയ്ത് വിടാമെന്ന് പറഞ്ഞാലും അതൊരു പോയിന്റ് എത്തുന്ന സമയത്ത് എല്ലാവർക്കും ഹേർട്ട് ആവുന്ന ഒരു സാധനം തന്നെയാണ്. ഇപ്പം ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇച്ചിരി അത്യാവശ്യം മെലിഞ്ഞിരിക്കുന്ന ആളാണ്. ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ട് വീട്ടിലോട്ട് വന്ന സമയത്ത് ഞാൻ ഇതിലും ഇതായിട്ട് എൻ്റെ മുഖമൊക്കെ ഒട്ട് ഒരുമാതിരി ഇരുന്നിട്ടുള്ള ആളാണ്. ആ സമയത്ത് ഞാൻ സ്ഥിരം കേട്ടോണ്ടിരുന്നത്, അത് വെളിയിൽ പോകുമ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു വേർഡാണ്, അയ്യോ വീട്ടിൽ നിന്ന് കഴിക്കാനൊന്നും തരത്തില്ലേ, ഇതാണോ ഇങ്ങനെ ഇരിക്കുന്നേ. എൻ്റെ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും ചോദിക്കും, ഇവന് കഴിക്കാനൊന്നും കൊടുക്കത്തില്ലേ. അത് ആദ്യമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് തമാശയായിട്ട് വിടും. പക്ഷെ കേട്ട് വരുമ്പോൾ നമുക്കൊരു പോയിന്റ് എത്തുമ്പോൾ നമുക്കങ്ങ് വിറയിടും. നമുക്കും തിരിച്ച് പറയാനൊക്കെ തോന്നും. പിന്നെ ഞാൻ എൻ്റെ അമ്മയും അച്ഛനെ ഓർത്തിട്ട് ഞാൻ തിരിച്ച് പറയില്ല. അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയണ്ട, അത് വിട്ടേക്കടാന്ന് പറയും. അപ്പൊ പിന്നെ ഞാൻ ഓർക്കാം, പോട്ടെ എന്തേലും ഇടാം. അവർക്ക് ബോധമില്ലാത്തത് കൊണ്ടും അവരുടെ ആ ഒരു എന്തെങ്കിലും ഒരു നീഡിന് വേണ്ടിയിട്ടുമായിരിക്കും അവർ നമ്മളെ കളിയാക്കുന്നത്. അതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അത് വിട്ടേക്ക്.
ഇവൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇവന്റെ ഒരു ഇമെയിൽ ഐ ഡി കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ യൂസ് ചെയ്ത ഒരു സംഭവം നമ്മൾ തപ്പിപ്പിടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് സൈബർ സെല്ലിലെ ആൾക്കാർ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ട് ആ സാധനം. അത് വെച്ച് നിന്നെ ഞങ്ങൾ പൂട്ടും, അത് വെച്ച് നിന്നെ ഞങ്ങൾ പിടിക്കും. അതായത് ഈ വ്യക്തി കമന്റ് ഇടുന്ന വ്യക്തി ഡ ഓർ ഡി, ആ വ്യക്തി എടുത്ത് പണ്ട് യൂസ് ചെയ്തത് എന്തോ ഒരു ഇമെയിൽ ഐ ഡിയോ സംതിങ് ആയിട്ട് ഇയാളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനം സൈബർ സെല്ലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു ലീഡ് കിട്ടിയിട്ടുണ്ട്. ആ ലീഡ് കിട്ടിയത് കൊണ്ടായിരിക്കും പുള്ളി പറഞ്ഞിട്ടുള്ളത് എന്താ നമ്മുടെ സൈബർ സെല്ലിന്റെ ഭാഗത്ത് നിന്ന് ലീഗലി ഒരു മൂവ് ഉണ്ടായിട്ടില്ല എങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കയ്യേറ്റത്തിലൂടെ കാര്യം സാധിക്കും എന്നാ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അതെന്തായാലും നമുക്കത് വഴിനിർത്തി വെച്ച് കാണാം. മിക്കവാറും കയ്യേറ്റത്തിലൂടെ കാര്യം സാധിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ലീഗൽ സൈഡ് നോക്കി നിന്നിട്ട് കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സൈബർ സെല്ലിന്റെ ഒരു ഇതായത് കൊണ്ട് എങ്ങനെ ആവുമെന്ന് കണ്ടറിയാം. കാര്യം ഇത് ഒത്തുതീർപ്പാക്കി വിടുന്ന സാധനമാണ്. പക്ഷെ ഈ ഒരു കേസിൽ ഇതൊരു എക്സ്ട്രീം ഇതിൽ പോയി കഴിഞ്ഞു. ഇതിന് ഒരു കോംപ്രമൈസ് വിടാനോ ഒരു ടോക്കിലൂടെ സംസാരിച്ച് തീർക്കേണ്ട ഒരു സാധനമല്ല. അത്രയ്ക്ക് മോശമായിട്ടാണ് ശ്വേത ചേച്ചി ഓരോ വീഡിയോസിൽ കമന്റിൽ പോയി പുള്ളി ഇതാക്കിയിട്ടുള്ളത്. അത്രയ്ക്ക് മോശം വേർഡ്സിലാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ പണ്ട് മുതലേ നമ്മളെ അടുത്തറിയാവുന്ന, നമ്മളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന, നമ്മുടെ എല്ലാ വീഡിയോസും ഒന്നും വിടാതെ കാണുന്ന ഒരു വ്യക്തിയാണ്. മനസ്സിലായില്ലേ? അത്രയും അടുത്ത ഒരു വ്യക്തിയാണ് ഇവൻ. അത് ഈ കമന്റ്സ് കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് ആ വ്ളോഗ് ആദ്യം തൊട്ടിട്ട് അവസാനം വരെ അവരിപ്പോ ഏതിലാണോ നിൽക്കുന്നത് അതുവരെ കണ്ടു വെച്ചിട്ടുള്ള ഒരാളാണ്. അവരുടെ ഫാമിലിയിലുള്ള ഒരു മെമ്പർ നമ്മൾ മറ്റേ സ്വന്തം വീട്ടിൽ നിന്നിട്ട് അപ്പുറത്ത് പോയി കുറ്റം പറയുന്ന ടീംസ് ഉണ്ടല്ലോ, അതുപോലെ നിന്ന് പറയുന്ന പോലാണ് ഈ കമന്റ് ബോക്സിൽ വന്ന് സംസാരിക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ഇവർ അത്രയ്ക്ക് അടുത്തറിയാവുന്ന ഒരാള് പുറകിൽ നിന്ന് കളിക്കുന്നത് പോലെയാണ് ഈ കമന്റ്സ് പലതും വായിക്കുമ്പോൾ നമുക്കും തോന്നാം. എവിടാണെങ്കിലും ഞാൻ നിനക്ക് വന്ന് നിന്നെ വന്ന് തല്ലിയിരിക്കും. അത് എന്ത് നീ ചെയ്താലും നിന്നെ തല്ലിയിരിക്കും. എനിക്ക് നീ തല്ലി ഞാൻ ജയിലിൽ പോയി കിടന്നാലും എനിക്ക് ഒരു കോപ്പമില്ല ഞാൻ പറയാണ്. അത് ഉറപ്പായിട്ടും ഞാൻ തല്ലിയിരിക്കും. നിന്നെ എന്തെങ്കിലും ചെയ്തിരിക്കും. അത് നീ നോക്കി വെച്ചു, ഊന്നി വെച്ചോ നീ അത്. അത്രയ്ക്ക് എനിക്ക് നിന്നോട് ദേഷ്യമാണ്. ഞാൻ തല്ലിയില്ല, ശ്വേതയാണെങ്കിലും നിന്നെ തല്ലും. നിന്നെ ഞാൻ പിടിച്ചെടുത്ത് ശ്വേതയാണെങ്കിലും നിന്നെ തല്ലും. ഞങ്ങൾ രണ്ടുപേരും നിന്നെ തല്ലിയിരിക്കും. ഇല്ലെങ്കിൽ എന്തെങ്കിലും പണിയെടുത്ത് നിനക്ക് എന്തെങ്കിലും നിന്റെ ഉപദ്രവം ഹാം ചെയ്യും, നിന്നെ ഫിസിക്കൽ ഹാം ചെയ്തിരിക്കും ഞാൻ. അത് 100% ഉറപ്പാണ്. ഈ വീഡിയോയുടെ പേരിൽ എനിക്ക് കേസ് വന്നാലും എനിക്കൊരു കോപ്പമില്ല. ഇനി നിന്നെ തല്ലി എന്ന് പറഞ്ഞ് നീ കേസ് കൊടുത്താലും എനിക്കൊരു കുഴപ്പമില്ല. ഞങ്ങൾ അകത്ത് പോയി കിടക്കാൻ ഞങ്ങൾ ഹാപ്പിയാ. എന്റെ പോലെ ഇപ്പൊ അമ്മ അച്ഛനുണ്ട്, അല്ലെങ്കിൽ ചേതൽ അമ്മ അച്ഛനുണ്ട്, അവർ നോക്കിക്കോളും. അതിന്റെ പേര് ഞങ്ങൾ അകത്ത് പോയി കിടക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു കുഴപ്പമില്ല. പിന്നെ ഇവിടെ കുറെ ഭരണകൂടം ഉണ്ടല്ലോ, ഇവരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ. അവർ സഹായിക്കോടാ ഞങ്ങളെപ്പോൾ ആൾക്കാരെ സഹായിക്കുക. നീ പറഞ്ഞു നിന്നെ കണ്ടുപിടിക്കാനായിട്ട്. ഇനി നീ കേരളത്തിലല്ല, ഇന്ത്യയിലില്ല, നീ വിദേശത്ത് ഏതെങ്കിലും രാജ്യത്താണെന്നുണ്ടെങ്കിൽ നീ ഇന്ത്യ കാലുകുത്തുന്ന ആ ദിവസം നിന്നെ പൊക്കിയിരിക്കും, പൂട്ടിയിരിക്കും. നിനക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അറിയോ നിനക്ക്? അതെന്തായാലും കൊള്ളാം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയൊക്കെ പോയിട്ടും ഒരു ലീഡും സെല്ലിൽ നിന്ന് ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിന് എതിരായിട്ട് നമുക്ക് പോവാം. കാര്യം നമ്മുടെ പ്രതിഷേധം അങ്ങനെയെങ്കിലും അവർ അറിയട്ടെ. അപ്പം സുജിതേട്ടൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അല്ലെങ്കിൽ ശ്വേത, ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ നിങ്ങൾ എന്തായാലും തല്ലിയിരിക്കും. കാര്യം അത് പെണ്ണാടാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ചേട്ടനായ ഡയലോഗ് പറഞ്ഞത്. അതാരായാലും മോനെ നിനക്ക് സുഖമാണ്. പക്ഷെ അതുകൊണ്ടൊന്നും പുള്ളി ഒതുങ്ങിയില്ല ഗൈസ്. പുള്ളി ഇവരുടെ ഈ വീഡിയോ, അതായത് ഇവന് ലാസ്റ്റ് വാണിംഗ് ആണെന്ന് പറഞ്ഞിട്ട് പോലും ആ വീഡിയോയുടെ കാലത്തും വന്നിരുന്ന് കമന്റ് ഇട്ടു. വളരെ മോശമായിട്ടുള്ള കമന്റ്. ആ കമന്റ് ഞാൻ സൈഡിലോട്ട് വെക്കാം, നിങ്ങളത് വായിച്ചു. അതുപോലാണ് ആ പുള്ളിയുടെ ക്യാരക്ടർ. അതെന്തായാലും മാറാൻ പോകുന്നില്ല. മിക്കവാറും എനിക്ക് തോന്നുന്ന ചേട്ടൻ തന്നെ പോയി 2 പൊട്ടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അയാളെ ഫിസിക്കലാണ് ചെയ്യുന്നതിന് ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല. പക്ഷെ ഇങ്ങനെ ഒരുമാതിരി ഒരു മാനസിക രോഗവുമായിട്ട് നടക്കുന്നവർക്ക് 2 കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. കാര്യം അവര് അതിലൂടെ നന്നാവുകയാണെങ്കിൽ സൊസൈറ്റിക്ക് തന്നെയാണ് അതിന്റെ ഒരു ഗുണം അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 പൊട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ടും അടങ്ങത്തില്ല, അങ്ങ് ആളി കത്തുക. അപ്പൊ പിന്നെ 2 കിട്ടട്ടെ. കൊച്ചു കുട്ടികൾക്കൊക്കെ നമുക്ക് ചെറുപ്പകാലം മുതൽ നമ്മൾ കൊടുക്കേണ്ട ഒരു സംഭവം ഉണ്ട്. എന്താണെന്നറിയോ? ഹൗ ടു യൂസ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കാം, സോഷ്യൽ മീഡിയ ഏത് രീതിയിൽ ഉപയോഗിക്കണം, സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണം, സോഷ്യൽ മീഡിയയിൽ ഏത് രീതിയിൽ റെസ്പോണ്ട് ചെയ്യണം, എങ്ങനെ കമന്റുകൾ ചെയ്യണം എന്നൊക്കെയുള്ളത് അതിപ്പോഴും കുറെ പേർക്ക് അറിയത്തില്ല. അതെ, സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഒരു പരിധിവരെയൊക്കെ ഫേസ്ബുക്കിലാണ് അത് കൂടുതലായിട്ടുള്ളത്. ശരിയാ, നമ്മൾ സോഷ്യൽ മീഡിയ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് കുഞ്ഞു പിള്ളേർക്ക് മാത്രമല്ല, അത്യാവശ്യം എനിക്ക് തോന്നുന്ന കുറെ അമ്മാവന്മാർക്കും കൊടുക്കണം അങ്ങനെ ഒരു ക്ലാസ്. ഫേസ്ബുക്കിലാണ് ആ ഏറ്റവും കൂടുതൽ സുജാത പറഞ്ഞ വളരെ കറക്റ്റാണ്. നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ വളരെ ചുരുക്കം ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആളാണ്. ഫേസ്ബുക്കിൽ അഥവാ എങ്ങാനും എടുത്ത് നോക്കി ഒരു പോസ്റ്റ് എടുത്ത് നോക്കി അതിന്റെ താഴത്തെ കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മോനെ വായിക്കാൻ കൊള്ളത്തില്ല. ഇമാതിരി കമന്റ്സ് വരുന്നത് എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിൽ മാത്രമാണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇവരൊക്കെ ഇപ്പൊ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പിള്ളേർ അപ്പം തന്നെ അടിച്ച് താത്തുന്നത് കൊണ്ട് അത്ര എങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊന്നും ഇങ്ങനെ ഭയങ്കരമായിട്ട് പടർന്ന് പന്തലിച്ചിട്ടില്ല. പക്ഷെ ഫേസ്ബുക്കിൽ വരുന്ന കമന്റ്സ്
ഒരു കാര്യവും ഇല്ലാതെ വല്ലവന്റെയും വീഡിയോയ്ക്ക് താഴത്ത് വന്നിരുന്നിട്ട് അവനെ അങ്ങ് വീട്ടുകാരെ അവനെ അങ്ങ് എന്തൊക്കെ പറയാവോ അതൊക്കെ പറയും. അത് പറഞ്ഞു കഴിയുമ്പോൾ ഇവരുടെയൊക്കെ വിചാരം ഫേക്ക് അക്കൗണ്ട്സിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല, എൻ്റെ തല കാണുന്നില്ലല്ലോ എന്നാ വിചാരം. പക്ഷെ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ അതൊരു എക്സ്ട്രീം ആയി കഴിഞ്ഞാൽ അത് പിടിക്കപ്പെടുമെന്ന് ഇവർക്ക് ആർക്കും അറിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് എങ്ങനെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണമെന്ന് ഇവർക്കൊക്കെ അത്യാവശ്യം ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും, പ്രത്യേകിച്ച് ഫേസ്ബുക്ക് അമ്മാവന്മാർക്ക്. എന്തായാലും ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ഒരാളുടെ ശരീരം തടിച്ചിരിക്കണോ അല്ലെങ്കിൽ ഒരാളുടെ ശരീരം മെലിഞ്ഞിരിക്കണോ, അയാൾക്ക് എന്ത് വസ്ത്രം ധരിക്കണം, അയാൾ എന്ത് ഇട്ട് പുറത്തു പോകണം എന്നൊക്കെയുള്ളത് അയാളുടെ വ്യക്തി താല്പര്യമാണ്. അതിൽ ഒരാളും കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അത് ഒരാൾക്ക് തോന്നണം എനിക്ക് ഇന്ന രീതിക്ക് നടക്കണ്ട, എനിക്ക് വേറൊരു രീതിക്ക് നടക്കണം എന്ന് തോന്നി അയാൾ വേറൊരു രീതിക്ക് ചേഞ്ച് ചെയ്ത് നടക്കുകയാണെങ്കിൽ അതിന് ജഡ്ജ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. അത് ഒരാളുടെ വ്യക്തി താല്പര്യമാണ്, അതാദ്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരാളെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് എങ്ങനെ സംസാരിക്കുന്നു അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ മാനേഴ്സോട് കൂടി പെരുമാറാനും കുറയണം, പഠിക്കാനുണ്ട് ഇവിടെ. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപമാണ് ബോഡി ഷേമിങ്. അതും കമൻറ്റ് ബോക്സിൽ കൂടെ കുറേ അമ്മമാരുണ്ട്, കുറേ എണ്ണമുണ്ട്. എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ആദ്യം ഇട്ട വീഡിയോസിൻ്റെ താഴത്ത് 2-3 വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാത്തിനും പിടിച്ച് ഡിലീറ്റ് ചെയ്തിടും. എൻ്റെ വീഡിയോ, എൻ്റെ കമൻറ്റ് ബോക്സിൽ എന്താരിടണം, എന്തെങ്ങനെ പുറത്ത് കാണണം എന്ന് ഞാൻ തീരുമാനിക്കും. എനിക്കിഷ്ടപ്പെട്ടില്ല ഞാൻ ഡിലീറ്റ് ചെയ്തിടും. ഞാൻ അതിനകത്ത് യാതൊരു ഉദാസീനവും കാണിക്കുന്ന ഒരാളല്ല. ഓക്കെ. അപ്പം പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കമൻസ് ഒക്കെ ആണെങ്കിൽ ഞാനിപ്പോൾ റിപ്ലൈയും കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുമായിരുന്നു, ഇനിയിപ്പോൾ ഞാൻ ഡിലീറ്റ് ഒന്നും ചെയ്യത്തില്ല. ചിലപ്പം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലുള്ളൂ, പക്ഷെ ഞാൻ നല്ലത് തിരിച്ചു പറയും. ഓക്കെ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.